ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടുകട സ്റ്റൈലിലുള്ള ഒരു മുട്ട ബജ്ജിയാണ്. ആദ്യം തന്നെ നമുക്ക് മുട്ട ബജ്ജിയുടെ കൂട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3/4 കപ്പോളം കടലമാവ് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം അരിപ്പൊടി, നമ്മുടെ പുട്ടിൻ്റെ പൊടിയാണിത്. 1/4 കപ്പോളം അരിപ്പൊടി, 2 പിഞ്ച് ബേക്കിംഗ് സോഡ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. അധികം ലൂസായി പോകരുത്. ലൂസായി പോയാൽ പിന്നെ നമ്മുടെ മുട്ടയിൽ മാവ് പിടിക്കില്ല. അപ്പം പിന്നെ കുറച്ച് തിക്കിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പം നല്ല നമ്മുടെ കായത്തിൻ്റെയൊക്കെ മണം നല്ലോണം വരുന്നുണ്ട്. കട്ടയില്ലാതെ നല്ലവണ്ണം ഇത് കുഴച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി. കൂട്ടിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് മാവിപ്പോൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 4 മുട്ടയെ ഓരോ മുട്ടയും ഞാൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ മുകളിലേക്ക് നമുക്കിനി കുറച്ച് കുരുമുളക് കൂടെ വിതറിക്കൊടുക്കാം. കുരുമുളക് പൊടി വിതറിക്കൊടുക്കാം. മുട്ട ബജ്ജിയുടെ കൂട്ടും മുട്ടയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് മുട്ടകൾ ഇട്ട് കൊടുക്കാം. ഇത് മാറ്റാം. ഒരു മുട്ട എടുത്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് മുക്കി കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. കടലമാവായതുകൊണ്ട് കുറച്ച് വേവുണ്ടാവും. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും നല്ലവണ്ണം ഫ്രൈ ആയിട്ടാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. മുട്ട ബജ്ജി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈൽ മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.